ടെർമിനേറ്റർ 0 എപ്പിസോഡ് 4 സ്പോയിലർ ടോക്ക്. സോ ഇത് സ്പോയിലർ കണ്ടന്റ് ഉണ്ടാവും ഇതിനകത്ത്. ഇത് തുടങ്ങുന്നത് ചേസിലാണ്. ഈ റെസിസ്റ്റൻസ് വുമണും യങ്ങസ്റ്റ് ഡോട്ടറും അവർ കാറിലിങ്ങനെ പോകുന്നു, പോലീസിൻ്റെ കാറിൽ. അപ്പോൾ കുറേ പോലീസുകാർ ചേസ് ചെയ്യുന്നു. അപ്പോൾ ഈ വുമൺ പറയും, എങ്ങനെയെങ്കിലും നമുക്ക് മാൽക്കമിൻ്റെ അടുത്ത് എത്തണം, മാൽക്കം എന്താ ചെയ്യണമെന്ന് മാൽക്കമിന് അറിയില്ല, മാൽക്കമിൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കും എന്നുള്ള രീതിയിൽ പറയും. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഈ ഹൗസ് മെയ്ഡ് ആ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട്, അതായത് എൽഡസ്റ്റ് 1 ആൻഡ് മിഡിൽ 1, അവരെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. കാരണം ഇന്ന് രാവിലത്തെ ഫൈറ്റ് കണ്ടിരുന്നു, ആ ആക്സിഡൻറ്റ്, ആ ബ്രിഡ്ജിൽ നടന്ന ഫൈറ്റ് ഞാൻ നേരിട്ട് കണ്ടിരുന്നു, അപ്പോൾ അതിനെപ്പറ്റി പറയാനാന്ന് പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ പോലീസ് അവരെ, ഈ ഹൗസ് മെയ്ഡിനെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂ റൂമിൽ ചെല്ലും. അവിടെ 2 ഡിറ്റക്റ്റീവ്സ് ഇവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഹൗസ് മെയ്ഡ് പറയും, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാൽക്കമിൻ്റെ അടുത്തേക്ക് ആളെ വിടണം. അവർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും, എന്താ കണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതൊരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ആളല്ല കണ്ടത്, അയാൾ മാൽക്കമിൻ്റെ അടുത്തേക്ക് പോകും, എങ്ങനെയെങ്കിലും മാൽക്കമിൻ്റെ അടുത്തേക്ക് കൂടുതൽ പോലീസ് ഫോഴ്സിനെ വിടൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ ശരി വിടാം, ഞങ്ങൾ വിടുന്നുണ്ട് എന്നൊക്കെ പറയും. അത് കണ്ട് വീണ്ടും ആ ചേസ് കാണിക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് വുമണും യങ്ങസ്റ്റ് ഡോട്ടറും അവർ ചേസിൻ്റെ ഇടയിൽ പോലീസ് അവരെ പിടിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അവർ ക്രാഷ് ലാൻഡ് ചെയ്തൊരു ഓഫീസ് പോലത്തെ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ചെല്ലും. അതിനകത്ത് കയറി ഇവർ മുകളിലേക്ക് പോയി ഏതോ ഒരു റൂമിനകത്തേക്ക് കയറും. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷനിലത്തെ സീനാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഈ ഹൗസ് മെയ്ഡിനെ പറ്റി പോലീസുകാർ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഈ ഹൗസ് മെയ്ഡിനെ പറ്റി ഒന്നുമില്ല, ഒരു പേരുമില്ല, ഒരു ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ പോലീസ് ചോദിക്കും, നിങ്ങളെ പറ്റി ഒരു വിവരം, ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾ ആരാണ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ആ നേരത്ത് അങ്ങോട്ടേക്ക് ഈ ടെർമിനേറ്റർ വരികയാണ്. ആ ടെർമിനേറ്റർ പോലീസിൻ്റെ കോപ്പ് യൂണിഫോമിൽ അങ്ങോട്ടേക്ക് എത്തും. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം കാണിച്ച കോപ്പിൻ്റെ മോട്ടോർ സൈക്കിളും ക്ലോത്ത്സും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടെ എത്തുമ്പോൾ ഒരു ത്രോ ബാക്ക് സീൻസ് കുറച്ചധികം ഉണ്ട്. ആ ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ 2 ഡിറ്റക്റ്റീവ്സ് ഈ ഹൗസ് മെയ്ഡിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആ സീൻസ് ശരിക്കും ടെർമിനേറ്റർ 1നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വലി മാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സീനുകളാണ്. കാരണം ഫസ്റ്റ് ടെർമിനേറ്ററിൽ സാറാ കോണർ എങ്ങനെയൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നുണ്ടായ സംഗതികളൊക്കെ അതേപോലെ ഏതാണ്ട് ആ വിഷ്വലി അതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വെച്ച് നോക്കുമ്പോൾ സന്ദർഭം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. സോ അതിൽ എന്നിട്ട് ഈ പോലീസ് വന്ന് ഈ ടെർമിനേറ്റർ പോലീസ് യൂണിഫോമിൽ വന്ന് അവിടുത്തെ കുറേ തോക്കൊക്കെ എടുത്ത് അവിടെയുള്ള എല്ലാവരെയും ഒരു കംപ്ലീറ്റ് റാമ്പേജ് അവിടെ നടത്തുന്നുണ്ട്. സോ അതും ഈ ടെർമിനേറ്റർ 1ൻ്റെ ഒരു ഇതായിട്ടുള്ളൊരു ത്രോ ബാക്ക് ആയിട്ടുള്ളൊരു സീനാണ്. അതിൽ പിന്നെ ഒരു ഫൈറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ പേരെ കൊല്ലും. അപ്പോൾ ഈ കുറേ ഡിറ്റക്റ്റീവ്സ് ഇവരെ സേവ് ചെയ്യാനൊക്കെ നോക്കും. ആ ഡിറ്റക്റ്റീവ്സൊക്കെ മരിക്കും, അവിടുത്തെ പോലീസുകാരെല്ലാവരും മരിക്കും. അവസാനം ഈ ഹൗസ് മെയ്ഡിനെ ഈ ടെർമിനേറ്റർ ഹൗസ് മെയ്ഡിൻ്റെ കൈ പിടിച്ചിങ്ങനെ വലിക്കും. അപ്പോൾ വലിക്കാൻ നേരത്ത് ഹൗസ് മെയ്ഡിൻ്റെ കൈ അങ്ങോട്ടേക്ക് പറിഞ്ഞ് വരും. അപ്പോൾ അത് ഉള്ളിൽ മെറ്റൽ പാർട്സാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ടെർമിനേറ്റർ ആണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ അത് ടെർമിനേറ്റർ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. അത് ഒരു ടെർമിനേറ്ററിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് പോലീസുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചത്. സോ അത് ആരാണെന്ന് അറിയില്ല. അവരെന്നിട്ട് വേഗം ഓടി കുട്ടികളെയും കൂട്ടിക്കൊണ്ടൊരു കാറിനകത്ത് കയറി ആ കാറ് ഹോട്ട് വയർ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആ സാധനം നിങ്ങളെന്തായാലും കൊല്ലും എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഹൗസ് മെയ്ഡ് പറയുന്നത്. അപ്പോൾ ഹൗസ് മെയ്ഡും പറയും, എനിക്കറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, എന്താണെന്നൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആംഗിളാണ് അതിനകത്ത്. ഇവരാരാണ്, എന്താണ് ഇവർ, ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണോ, ടെർമിനേറ്റർ ആണോ ഒന്നും അറിയില്ല, അതോ ഇയാൾ ഉണ്ടാക്കിയതാണോ അതും അറിയില്ല. പിന്നെയും ഒരു ത്രോ ബാക്ക് ചെറിയ രീതിയിൽ ഉള്ളത് ഈ റെസിസ്റ്റൻസ് വുമണും ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡും കൂടെ ഓടി ആ ഓഫീസ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ പുറത്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ ലൈറ്റ് അടിക്കുക. അതും എനിക്ക് ടെർമിനേറ്റർ 2നെ ഓർമ്മിപ്പിച്ചു. അതിൻ്റെ അവസാനത്തെ ഫൈറ്റ് സീൻസിൽ ഇതുപോലത്തെ ഒരു സീൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണുന്നുണ്ട്. അതും വിഷ്വലി ഒരു ടെർമിനേറ്റർ 2നെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരം സംഗതിയായിട്ട് തോന്നി. പിന്നെ കാണിക്കുന്നത് ഈ മാൽക്കം കൊക്കറോട് സംസാരിച്ച്
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അവിടെ പോലീസ് വന്ന് മാൽക്കമിനെ കാണണം നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്തെ റിസപ്ഷനിൽ നിന്ന് മാൽക്കമിനെ വിളിച്ച് പറയും, മാൽക്കമിൻ്റെ മോള് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ മാൽക്കം ആ കോൾ എടുക്കില്ല. അത് പറയും, ദിസ് ഇസ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ, ഐ മീൻ ഇത് മോള് ഇത് സ്വയം ചെയ്യണം, എന്തോ ചെയ്യണം. അപ്പോൾ ഈ കൊക്കറ ചോദിക്കും, ഇതാണോ ഹ്യൂമാനിറ്റി ഇറ്റ്സ് വർത്ത് സേവിങ് എന്നുള്ളൊരു എക്സാമ്പിളാണോ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ, യെസ്, ഇത് ആ മോള്, എനിക്ക് ആ മോളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത്, പിന്നെ ജഡ്ജ്മെൻ്റ് ആയി, ഐ മീൻ മിസൈൽസ് എല്ലാം പുറത്തേക്ക് വന്നു. ആ മിസൈൽസ് എർത്തിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മാൽക്കം ലീ അവസാനം ഒരു ഡിസിഷൻ എടുക്കും. ഇന്ന് വരെ കൊക്കോറോ എന്നുള്ളൊരു സംഗതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഐ മീൻ ഇതിനു മുമ്പ് പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കൊക്കോറോ എന്നുള്ളൊരു എലമെൻറ്റ് വരുന്നത്. അപ്പോൾ ഫേറ്റ് ഇറ്റ്സ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ. സോ ഐ ഹാവ് എ ചാൻസ്, എനിക്ക് ചാൻസ് ഉണ്ട് നിങ്ങളെ രക്ഷിക്കാൻ, ഈ ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊക്കോറോയെ അപ്ലോഡ് ചെയ്യും. അവിടെ വെച്ചൊരു ക്ലിഫ് ഹാങ്ങിങ് സസ്പെൻസാണ്. സോ ഈ ഒരു എപ്പിസോഡ് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട് ഇത്. പക്ഷേ ഇതിൽ ത്രോ ബാക്ക് എലമെൻറ്റ്സ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല. ബട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള സംഗതികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ അതിൻ്റെ ഒരു ഇൻട്രീഗ് ഫാക്ടർ നല്ലോണം കൂട്ടുന്നുണ്ട്. സോ ഈ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്, ബെസ്റ്റ് എപ്പിസോഡ് എന്ന് തന്നെ പറയാം. ശരിക്കും നല്ല രീതിയിൽ അത് നമ്മളെ പിടിച്ചിരുത്തുന്നൊരു എപ്പിസോഡാണ്.